നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ഇലക്ട്രൽ ബോണ്ട് കേസിൽ നിലവിൽ ഏറ്റവും വിവാദത്തിലായിരിക്കുന്നത് ഭരണ പാർട്ടിയായ BJP ആണ്. കാരണം EDയും ഇൻകം ടാക്സും അന്വേഷണം നടത്തിയതിന് പിന്നാലെ വമ്പൻ കമ്പനികൾ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന കാര്യത്തിൽ മൗനമാണ് എങ്ങും. എന്നാൽ വിഷയത്തിൽ ഭരണ പാർട്ടി വിവരങ്ങൾ പുറത്തുവരുന്ന തടയാൻ ശ്രമിക്കുന്നത് തുടക്കം മുതൽ വ്യക്തവുമാണ്. SBIക്ക് മേൽ ഇക്കാര്യത്തിൽ കടുത്ത സമ്മർദ്ദമുണ്ട് താനും. ഇതിനിടെ ഇലക്ട്രൽ ബോണ്ട് കേസിൽ ഇന്ന് നിർണായക ദിനമാണ്. ബോണ്ടുകളുടെ സീരിയൽ നമ്പറുകൾ കൈമാറുവാനുള്ള സുപ്രീം കോടതി നിർദ്ദേശത്തിൽ SBI ഇന്ന് മറുപടി നൽകും. നമ്പറുകൾ പുറത്തു വന്നാൽ ഏത് ബോണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് ലഭിച്ചുവെന്ന് കണ്ടെത്താനാകും. ഇലക്ട്രൽ ബോണ്ടിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ ഫെബ്രുവരി 15-നാണ് സുപ്രീം കോടതി SBIയോട് ആവശ്യപ്പെട്ടത്. എന്നാൽ വിവരങ്ങൾ നൽകുന്നത് വൈകിപ്പിക്കാൻ സാവകാശം ചോദിച്ച SBIയുടെ അപേക്ഷ തള്ളിയ കോടതി അന്ത്യശാസനം കൊടുത്തതോടെയായിരുന്നു ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തുവന്നത്. ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയവരുടെ വിവരങ്ങൾ, ഇലക്ട്രൽ ബോണ്ട് സ്വീകരിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ വിവരങ്ങൾ, ഓരോ ബോണ്ടിന്റെയും യൂണിറ്റ് നമ്പർ എന്നിങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈമാറാൻ SBIയോട് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ കോടികളുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ കമ്പനികളുടെ പേരുകളും പണം മാറിയെടുത്ത രാഷ്ട്രീയ പാർട്ടികളുടെ പേരുകളും പുറത്തു വന്നു. പക്ഷേ ബോണ്ടുകളുടെ നമ്പർ SBI കൈമാറിയില്ല. ഇത് മനസ്സിലാക്കിയ സുപ്രീം കോടതി ബോണ്ടുകളുടെ നമ്പർ സമർപ്പിക്കാൻ SBIക്ക് വീണ്ടും നിർദ്ദേശം നൽകിയത് വളരെ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി കേസ് പരിഗണിക്കാനിരിക്കെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന കൂടുതൽ വിവരങ്ങളായിരുന്നു ഓരോ ദിവസവും പുറത്തു വരുന്നത്. കൂടുതൽ ബോണ്ട് വാങ്ങിയ ആദ്യ 5 കമ്പനികളുടെ പട്ടികയിൽ 3ഉം അന്വേഷണം നേരിടുന്നതിന്റെ തെളിവുകൾ നേരത്തെ വന്നിരുന്നു. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേരിടുന്ന നിരവധി നിർമ്മാണ കമ്പനികളും ബോണ്ടുകൾ വാങ്ങി. 11 നിർമ്മാണ കമ്പനികൾ ചേർന്ന് വാങ്ങിയത് 506 കോടി രൂപയുടെ ബോണ്ടാണ്. ഇതിൽ ചെന്നൈ ഗ്രീൻവുഡ്സ്, YSR കോൺഗ്രസ് MP അയോധ്യ രാമ റെഡ്ഡിയുടെ ബന്ധമായുള്ള മധ്യപ്രദേശ് വെസ്റ്റ് മാനേജ്മെന്റ് എന്നീ സ്ഥാപനങ്ങൾ ചേർന്ന് വാങ്ങിയത് 111 കോടിയുടെ ബോണ്ട്. ആദായ നികുതി വകുപ്പ് റെയ്ഡ് കഴിഞ്ഞ 5 മാസത്തിനുള്ളിലായിരുന്നു 2 കമ്പനികളുടെയും നീക്കം. സജീവ് ഗംഗയുടെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനം 115 കോടിയുടെ ബോണ്ട് വാങ്ങിയത് 2022 ഒക്ടോബറിലായിരുന്നു. SBI ഗംഗയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിക്കെതിരെ അന്വേഷണം തുടങ്ങിയത് 2022 ജൂലൈയിലെന്നും രേഖകൾ വ്യക്തമാക്കുന്നു. അതേസമയം ഇലക്ട്രൽ ബോണ്ട് തെരഞ്ഞെടുപ്പ് ആയുധമാക്കാൻ കോൺഗ്രസ് ഒരുങ്ങുമ്പോഴും കടപ്പത്രം ആരുടെ കയ്യിൽ നിന്നും വാങ്ങി എന്ന നിർണായക വിവരം വെളിപ്പെടുത്താൻ കോൺഗ്രസ് അടക്കമുള്ള പ്രമുഖ പാർട്ടികൾ തയ്യാറായിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികൾ 2019 സുപ്രീം കോടതിയിൽ മുദ്രവെച്ച കവറിൽ നൽകിയ വിവരങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചത്. 2017-18 സാമ്പത്തിക വർഷം മുതലുള്ള രേഖകളായിരുന്നു പുറത്തു വന്നത്. ഇതിൽ BJPയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള പ്രമുഖ പാർട്ടികൾ കടപ്പത്രം ആരാണ് വാങ്ങിയതെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. 2019 മുതലുള്ള ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു. മിക്ക രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് കടപ്പത്രം വഴി കൈപ്പറ്റിയ തുകയുടെ വിവരങ്ങൾ മാത്രം പുറത്തുവിട്ടപ്പോൾ 10 പാർട്ടികളാണ് ആരൊക്കെയാണ് കടപ്പത്രം വാങ്ങിയതെന്നും ഓരോരുത്തരുടെ പക്കൽ നിന്നും എത്ര തുകയാണ് കൈപ്പറ്റിയതെന്നും അടക്കമുള്ള വിശദ വിവരം വെളിപ്പെടുത്തിയത്. DMK, അണ്ണാ DMK, സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ട്, ജനതാദൾ, സെക്യുലർ, ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ്, മഹാരാഷ്ട്ര ഗോമേധക് പാർട്ടി, ഗോവ ആം ആദ്മി പാർട്ടി, സമാജ്വാദി പാർട്ടി, NCP, JDU എന്നീ പാർട്ടികളാണ് വിവരങ്ങൾ പങ്കുവച്ചത്. 519 പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കടപ്പത്ര വിശദാംശങ്ങൾ അടങ്ങിയ രേഖകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിട്ടുണ്ട്. ജാർഖണ്ഡ് മുക്തി മോർച്ച ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇനിയും വിവരങ്ങൾ നൽകാനുമുണ്ട്. DMKക്ക് ലഭിച്ച തുകയിൽ 509 കോടിയും നൽകിയത് ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസും 105 കോടി രൂപ നൽകിയത് മെഗാ എഞ്ചിനീയറിംഗുമാണ്. AIDMKയുടെ ഏറ്റവും വലിയ ദാതാവ് IPL ടീമായ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. 5 കോടി രൂപയായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സ് നൽകിയത്. JDSന് 50 കോടി രൂപ നൽകിയത് MEIAയിൽ നിന്നും 22 കോടി എംബസി ഗ്രൂപ്പിൽ നിന്നുമാണ് ലഭിച്ചത്. ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസിന് 50 ലക്ഷം രൂപ ഭാരതി ഗ്രൂപ്പിൽ നിന്നും, സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടിന് 50 ലക്ഷം രൂപ അലംബേക് ഫാർമിൽ നിന്നുമാണ് ലഭിച്ചത്. MGP ഗോവ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ തുക സംഭാവന നൽകിയത് VM സാൽഗോവേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ആണ്. സാൻ ബിവറേജസ്, SK ട്രേഡേഴ്സ്, BS ട്രേഡേഴ്സ് എന്നിവരാണ് സമാജ്വാദി പാർട്ടിയുടെ ഉയർന്ന സംഭാവകർ. JDUവിന് 3 കോടി രൂപ നൽകിയത് ഭാരത് എയർടെയിലും ശ്രീ സിമൻസും കൂടിയാണ്. AAPക്ക് ലഭിച്ചതിൽ 3 കോടി ബജാജ് ഗ്രൂപ്പിൽ നിന്നും 1 കോടി ടൊറന്റ് ഫാർമസ്യൂട്ടിക്കൽസിൽ നിന്നുമാണ്.
CPM, CPI, മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന, മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് എന്നീ പാർട്ടികളാണ് തെരഞ്ഞെടുപ്പ് കടപ്പത്രങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്നറിയിച്ചിട്ടുള്ളത്. തിരഞ്ഞെടുപ്പ് കടപ്പത്രം വഴി ഏറ്റവും കൂടുതൽ തുക സമ്പാദിച്ചത് BJP തന്നെയാണ്. 2018 തിരഞ്ഞെടുപ്പ് കടപ്പത്രം അവതരിപ്പിച്ച മുതൽ ഇതുവരെ 6986.5 കോടി രൂപയായിരുന്നു BJP സമാഹരിച്ചത്. കോൺഗ്രസിന് 1334 കോടി രൂപ ലഭിച്ചപ്പോൾ തൃണമൂൽ കോൺഗ്രസിന് 1397 കോടിയും BRSന് 1322 കോടിയും ലഭിച്ചു. ഞായറാഴ്ച വൈകിട്ടായിരുന്നു തെരഞ്ഞെടുപ്പ് ബോണ്ടുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത്. മുദ്രവെച്ച കവറിൽ സുപ്രീം കോടതി നൽകിയ വിവരങ്ങളായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടത്. രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡാറ്റ പുറത്തുവിട്ടിരിക്കുന്നതെന്നും ശ്രദ്ധേയം തന്നെ. ഇത് തെരഞ്ഞെടുപ്പിനെ എത്രത്തോളം ബാധിക്കും എന്നത് ഇനി കണ്ടറിയേണ്ടത് തന്നെയാണ്.